കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ. ഞാനും കൂടെ സഹായിക്കട്ടെ? എടാ കള്ള കഴിവേറി, നീ എത്ര ശബ്ദം മാറ്റി പറഞ്ഞാലും എനിക്ക് നിന്നെ അറിയാം. കുറുമ്പത്തിരി കൂടുന്നുണ്ട് ഈ ഇടയായിട്ട്. സേതുവിടെ പറ്റി അവനോട് കുറെ വർഷങ്ങളായല്ലേ. അവൻ നല്ല ഉറക്കത്തില്ല. നീ അവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഓ സേതുവേ, 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 നിന്നെ ഇപ്പൊ ഞാൻ ഉറക്കാം. എണീക്കടാ. എന്തുവാടാ എന്റെ കോട്ടയം എന്തിടാ? എടാ ബാഗ് ഇരിപ്പുണ്ട്, ആവശ്യത്തിനായിട്ട്. അല്ല പിന്നെ നീ അറിഞ്ഞോ മേലെ മനത്ത് അത് മാത്രം എടുത്താൽ മതി കേട്ടോ. ഓ ഓ ആ നീ ഉറങ്ങിക്കോ സൂലാൻ. ഈ കൊച്ചു ചെറുക്കൻ എന്ത് ചെയ്യേ? ആ അപ്പച്ചി ഞാൻ അവിടെ ഉണ്ട്. എടാ മോനെ, ഈ കറണ്ട് ബില്ല് കൂടി ഒന്ന് അടച്ചേരെ. ഇന്നാ ബില്ല് 630 രൂപ. 1000 രൂപ ഉണ്ടല്ലേ. ബാക്കി നീ എടുത്തോ. അതും കാര്യം ഷോടയും ടച്ചിങ്ങും മേടിക്കാനായി. നിനക്ക് നാരേ കിട്ടിയില്ലോടാ മെക്കിട്ട് കയറാൻ. നീയും നിന്റെ ശിങ്കിടികളും കൂടെ ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് കാരണം ബാക്കിയുള്ളവനാ തലവേദന കൂടിയിരിക്കുന്നത്. ഇനി കേസ് കോടതി എന്നൊക്കെ പറഞ്ഞു വന്നാ എന്റെ ശരിക്കുള്ള സ്വഭാവം തോന്നി അറിയും. ഇല്ല ഏട്ടാ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. വല്യമ്മച്ചി, ഇവൻ നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് കളയും. ആരുപദേശിച്ചാലും കേൾക്കില്ല. മദ്യപിച്ച് അലമ്പുണ്ടാക്കി നാട്ടുകാരുടെ മെക്കിട്ട് കയറും. നാട്ടിലെ വലിയ റൗഡിയാണെന്ന് അവന്റെ വിചാരം. ഇങ്ങനെ പോയാൽ ഈ നാറി ആരുടെയെങ്കിലും പിച്ചാത്തിപ്പിടിയിൽ തീരും. മോനെ, എന്തിനാടാ നീ എല്ലാരെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ചെറുപ്പത്തില് എത്ര നല്ല കുട്ടിയായിരുന്നു നീ. നിനക്ക് വേണ്ട നല്ലൊരു ജീവിതം. ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ എൻ്റെ കുട്ടിയെ? നന്നാവണം അപ്പച്ചി. പക്ഷെ നന്നാവണം വിചാരിക്കുമ്പോഴൊക്കെ പുതിയ പ്രശ്നം തലയൊന്ന് കയറുക. എന്നാലും ശ്രമിക്കാം. അത് കഴിഞ്ഞ് എനിക്ക് അപ്പച്ചൊരു കാര്യം പറയാനുണ്ട്. ആ ശരി ശരി, ഞാൻ പോവാ. ശരി ആകട്ടെ. ഇവിടെ ഓടി. എന്തോ ഇത്? എന്താ പതിവില്ലാത്തൊരു തന്തോഷം എന്ന്? സേതുവേട്ടന് കാപ്പി. അവൻ ഉറങ്ങുമല്ലേ അവിടെ? എന്താ കൊണ്ടുവന്ന്? ഇപ്പൊ പോണ്ട, ഞാൻ കൂച്ചാലും മതി. ചൂടില്ലടി ഇതിന്. കയറി പോകത്ത് മക്കളെ ചെയ്തു വേട്ടെ. എന്തുവാ ഇവിടെ? രണ്ടുപേരും വീണ്ടും തുടങ്ങിയോ? എപ്പ കണ്ടാലും എന്തിനാടാ നീ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അമ്മാവ, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളിൽ നോക്കണ്ടേ? ഒരു പേടി വരാൻ വേണ്ടി വിരട്ടി നിർത്തുന്നതാ. പാവങ്ങളെ നിങ്ങളെ നമുക്കൊരു പേടിയും കാണുന്നു. പിന്നെ ആകെ ഉള്ളത് ഹരിയളീന. അങ്ങേ 24 മണിക്കൂർ എല്ലാം ശരിയാക്കാൻ വേണ്ടി നടക്കുക. എന്താ കൊണ്ടോ 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 നോക്കള അഹങ്കാരം കണ്ടോ? അനുസരണയില്ല. എടാ അത് കള. ഇനി സേതുവിന്റെയും ശ്രീമോളുടെയും കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. എടാ ചന്ദ്രൻ്റെ അടുത്ത് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഒരു നല്ല ജോത്സ്യനെ കണ്ട് ഈ നിശ്ചയത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കണം. നിങ്ങൾ തീരുമാനം പറഞ്ഞാൽ ഇല്ല, അതൊന്നും പറ്റില്ല. ചന്ദ്രകളിയിലാണ് ഈ തറവാടിന്റെ മുഖ്യ കാരണം. അദ്ദേഹം ഇല്ലാതെ ഒരു പരിപാടിയില്ല. സേതുവിന്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹം എൻ്റെ ശങ്കരളിയൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഏതായാലും ചന്ദ്രളയും വരട്ടെ. നീ ഇപ്പൊ പോ. പിന്നെ
എല്ലാത്തിനും നീ ഉണ്ടായിരിക്കണം. ആ നോക്കട്ടെ. ഓ എന്താ സാറ് നേരത്തെ ആണല്ലോ. ഇതാ വില്ലേജ് ഓഫീസിന്റെ കാര്യം പറഞ്ഞാൽ ശരിയാക്കിയോ? ഞാൻ പോകില്ല, എനിക്കൊന്നും വയ്യ. അല്ല നീ എന്ത് പറഞ്ഞല്ല ചെയ്യുന്നേ? വീട്ടിലെ കാര്യം പറയാൻ നിനക്ക് ഒന്നിനും സമയമില്ല. നാട്ടുകാരെ ജോലിക്കാരെ നിനക്ക് നല്ല മിടുക്ക. നിന്റെ തോന്നിയാസമൊന്നും ഇവിടെ വേണ്ട. മര്യാദക്കാണെങ്കിൽ മര്യാദ. അമ്മാവനോട് ഇതെല്ലാം പറഞ്ഞായിരുന്നു. ഓ എന്നെ വിളിച്ചായിരുന്നു.